അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവനെ മാതാപിതാക്കള് അല്ലാഹുവേ മോശമായ കാര്യം പറഞ്ഞാൽ, മാതാപിതാക്കള് പറഞ്ഞാൽ അനുസരിക്കണം, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കണം, വാപ്പ പറഞ്ഞാൽ അനുസരിക്കണം. പക്ഷേ ആ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെതിരാണോ, അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അനുസരിക്കല്ലേ ചെറുപ്പക്കാരാ. വാപ്പയല്ല ഉമ്മയല്ല, ആര് പറഞ്ഞാലും അനുസരിക്കരുത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ട് നിന്റെ ഉമ്മ പറഞ്ഞാലും നീ അനുസരിക്കരുത്, നിന്റെ വാപ്പ പറഞ്ഞാലും നീ അനുസരിക്കരുത്. അവര് ഏതും മതക്കാരാണെങ്കിലും അവരെ നീ ബഹുമാനിക്കണേ, അവരെ നീ ആദരിക്കണേ, അവരെ നീ പരിഗണിക്കണേ, അവരോടുള്ള കടമകൾ പാലിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് ആ സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്, പാപം ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. പടച്ച റബ്ബേ, ഉമ്മയോട് പറയണം പാപമാ ഉമ്മ. ഒരുത്തൻ വന്ന് പെണ്ണ് കണ്ടു, ഒരു ചെറുപ്പക്കാരൻ വന്ന് പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. മൊബൈൽ കൊടുത്തിട്ട് പറയുകയാ, വിളിക്കണേ വിളിക്കണേ. ഉപ്പാടെ ഫോണിൽ ഫോൺ വിളിച്ചു, ഉമ്മയുടെ ഫോണിൽ ഫോൺ വിളിച്ചു. ഉമ്മ കൊണ്ടുവന്നിട്ട് പറയുന്നു, നിന്നെ കെട്ടാ പോകുന്നവൻ വിളിക്ക്, സംസാരിക്കൂ. പറയണം ഉമ്മ, ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആര് പറഞ്ഞാലും നീ അനുസരിക്കരുത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് കല്യാണ വീടുകളിലൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിയ ഹലാലായി. പിന്നെ കല്യാണം ഒന്നും കഴിക്കണ്ട, നിക്കാഹൊന്നും കഴിക്കണ്ട, ഫോൺ വിളി. ഉമ്മ തന്നെ പറയും, എന്തോ വിളിക്കുന്ന, സംസാരിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തൊക്കെ അവസ്ഥ ഇന്ന് നടക്കണത്. ഇന്ന് നടക്കുന്ന വൃത്തികേടുകൾ പറയാൻ കഴിയില്ലല്ലോ. പണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആണൊരു പെണ്ണിൻ്റെ ശരീരത്ത് തൊടുന്നത് ഇന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് നിക്കാഹ് ഏറ്റവും അവസാനം നടക്കുന്ന ഒരു പരിപാടി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തന്നെ ഇല്ലാതെയാകും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് പെണ്ണ് കാണാൻ പോകും പയ്യന്മാര്. പയ്യൻ പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നിക്കാഹ് കഴിക്കാനാ, അതല്ലാതെ പോകത്തില്ല. നാണക്കേടാ. ഇവിടെ എങ്ങനെയാണോ അപ്പൊ അമീത പോകുന്നടാ? ഇവിടെ ചങ്ങാതിയ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാപ്പ സാധാ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ ആ പയ്യൻ പോവാറുണ്ടോ അവിടെ? പിന്നെ കല്യാണം കഴിക്കാനല്ലേ പോവാ അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേടാടോ, പോകത്തില്ല. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിനൊരു സ്വർണ്ണം വിട്ടു കൊടുക്കും, ഒന്നെന്താ ഉറപ്പിക്കാൻ വേണ്ടി. അതിനിവിടെ എന്താ പറയാ? നിശ്ചയമല്ലല്ലോ. അത് ആണുങ്ങൾ പോയി ചെയ്യുന്ന കാര്യം നിശ്ചയം. ആണുങ്ങൾ പോയിട്ട് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, അതിന് നിശ്ചയം എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ വളയിടിയിൽ എന്ന് പറയും. സത്യത്തിൽ അതിന് പെണ്ണുങ്ങൾ മാത്രമേ പോകൂ, ആണുങ്ങൾ ആരും പോകില്ല. നിശ്ചയം കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ വീട്ടിലെ ആണുങ്ങൾ മാത്രം പോകും, പെണ്ണുങ്ങൾ പോകില്ല. പയ്യനെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പരിപാടിക്ക് ഓൻ പോത്തില്ല. ഇവൻ ആകെ പോകുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണ് സ്വർണ്ണം ഇടാൻ വരുന്നത്, പയ്യൻ്റെ വീട്ടിലാണ് കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത്, പിന്നെ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണും ആണും പോയി. പക്ഷെ ഇപ്പോഴങ്ങനല്ല. സ്വർണ്ണം ഇടാൻ പോകുമ്പോഴേ ഇവ ഒരുങ്ങി കെട്ടി പോവാ, ചന്തയ്ക്ക് പോകുന്ന പോലെ. എടാ ഒരു ഇസ്സത്ത് വേണ്ടേടാ ചങ്ങാതി. നീ എടാ വലിഞ്ഞു കയറി പോകണം പാടുണ്ടോ അങ്ങനെ? ഇപ്പൊ നീ ഈ സ്വർണ്ണം ഇടാൻ പോകുമ്പോഴേ ഇപ്പൊ പിന്നെ ആഡിറ്റോറിയത്തിലാ പരിപാടി. അല്ലാഹുവേ പടച്ചവനെ നീ നോക്കണം, ഒരുങ്ങി കെട്ടി ഇവൻ വരും, പുതിയാപ്പള വരുന്നത് പോലെ അങ്ങോട്ട് വരും. പിന്നെ സ്വർണ്ണം ഇടാൻ എല്ലാം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ തന്ത വിളിക്കുക, വാടാ മോനെ ഇങ്ങ് വാ, കയറി എൻ്റെ മോളുടെ അടുത്ത് നിൽക്കൊരു ഫോട്ടോ എടുക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ സ്വന്തം വാപ്പ വിളിക്കുന്നു, വാ മോനെ അങ്ങോട്ട് ചേർന്ന് നിൽക്കടി. അങ്ങോട്ട് കയറി നില്ല്. കണ്ടവന്റെ കൂടെ കയറി നിൽക്ക്. കെട്ടിയോ ഇല്ല, വിവാഹം കഴിച്ചോ ഇല്ല, അന്യ പുരുഷനാ. ഉമ്മ പറയുന്ന കുഴപ്പമൊന്നുമില്ല, കയറി നിന്നോ, നീ എന്താ വലിയ മഹതിയാവുന്ന, കയറി നില്ല്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെറ്റ തള്ള പറഞ്ഞാലും അനുസരിക്കരുത്.
അത് ഉമ്മയാണോ വാപ്പയാണോ? ആര് പറഞ്ഞാലും അനുസരിക്കരുത്. കാരണം അത് പാപമാണ്, വ്യഭിചാരമാണ്. വിവാഹം കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയാകില്ല. നിന്റെ പ്രിയപ്പെട്ട പിതാവ് 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവേ ആ പുണ്യമായ നിക്കാഹ് കർമ്മം നടത്താതെ നിനക്ക് ഹലാലാകില്ലടാ, ഒരിക്കലും നിനക്ക് ഹലാലാകില്ല. അവളോട് സലാം പറയുന്നത് പോലും പാപമാ. അവളെ കാണുന്നത് പോയിട്ട് സംസാരിക്കുന്നത് പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാ പെണ്ണിനോട് സലാം പറയാൻ പോലും പാടില്ലടാ. ആ പെണ്ണ് മരിച്ചുപോയാ മയ്യത്ത് പോലും കാണാൻ നിനക്ക് അവകാശമില്ല. ഇതാണ് അല്ലാഹുവിന്റെ ദീൻ. അല്ലാതെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയാണ് പട്ടിണി കിടക്കുന്നത്, മരിക്കാൻ പോവുകയാണ്. അപ്പോഴും പറഞ്ഞു, ഇല്ല ഉമ്മ, അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിന്റെ ദീനാണ്. ഈ സഹാബിയുടെ മനസ്സ് വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. അല്ലാഹു ഇടപെടുകയാണ്. ഇനി മൂന്നാമത്തെ താരെന്നറിയോ പെങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷയുടെ ചരിത്രം അറിയുമല്ലോ. ആയിഷ ബീബിയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയല്ലോ. പടച്ചവനെ, മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ അല്ലാഹുവേ, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തായാലും പോകണമല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ്. എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. ആയിഷ കയറുന്നത് നബി തങ്ങൾ കണ്ടതാണ്, സ്വഹാബത്ത് കണ്ടതാണ്. പക്ഷേ പിന്നാണുങ്ങൾ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആയിഷയുടെ കഴുത്തിൽ നോക്കുമ്പോ മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്, പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വെളിയിൽ നോക്കി നബി തങ്ങളെ കാണുന്നില്ല. അതാ തന്റെ മുമ്പിൽ നിന്ന് സ്വഹാബത്തിനെ കാണുന്നില്ല. പടച്ചവനെ ഇപ്പടെന്ന് ചിന്തിക്കുകയാണ്. ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാ, ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാല തിരഞ്ഞിറങ്ങി പോവുകയാണ്. ഒരാളും കണ്ടില്ലടോ, ഒരാൾ